നമസ്കാരം. ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ ഒടുവിൽ ഇ.ഡി. അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പല കേസുകളിലും പെടുത്തി നോക്കിയ കെജ്രിവാളിനെ ഒടുവിൽ മദ്യനയവുമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ് ഇപ്പോൾ അറസ്റ്റുണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ ഡൽഹിയിലാകെ വലിയ തോതിലുള്ള സംഘർഷം പുറപ്പെട്ടിരിക്കുകയാണ്. അതിൽ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്കും അല്ല, അവരോടൊപ്പം ചേർന്ന് കോൺഗ്രസും CPM ഒക്കെ വലിയ തോതിലുള്ള പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഡൽഹിയിൽ നടത്തുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ, അതായത് ഡൽഹിയിലെ പല മന്ത്രിമാരും അറസ്റ്റ് വരിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ യുദ്ധസമാനമായ ഒരു അവസ്ഥയിലേക്കാണ് ഡൽഹി മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ കെജ്രിവാൾ അതിനിടയിൽ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇ.ഡി. സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് 10 ദിവസം തങ്ങൾക്ക് റിമാൻഡിൽ ഈ കെജ്രിവാളിനെ കിട്ടണം, കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, കൂടുതൽ അന്വേഷണം നടത്തണമെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഇ.ഡിയുടെ ആവശ്യം അംഗീകരിക്കുകയും കെജ്രിവാളിനെ ജയിലിലേക്ക് അയക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത്. അങ്ങനെയെങ്കിൽ തങ്ങൾ ഒട്ടും പുറകോട്ട് പോവില്ല, ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ഡൽഹി ഭരണം ഏറ്റെടുക്കും, ഡൽഹി ഭരിക്കും എന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടി പറയുന്നത്. അത് സാധ്യമാകുമോ എന്നുള്ളതാണ് ഭരണഘടനാ ക്രമം അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷം തീരുമാനിക്കേണ്ട കാര്യമാണത്. കെജ്രിവാളിന് അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോകാൻ കഴിയില്ല. മുഖ്യമന്ത്രിയുടെ അധികാരങ്ങൾ ജയിലിൽ കിടന്നുകൊണ്ട് നിറവേറ്റാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത്. അങ്ങനെയെങ്കിൽ കെജ്രിവാളിനെ കൊണ്ട് രാജി സമ്മർദ്ദം ഉണ്ടാകും. രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ കെജ്രിവാളിൻ്റെ മന്ത്രിസഭയെ തന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇത് കൂടുതൽ പ്രശ്ന സങ്കീർണമാവാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ കേന്ദ്ര സേനയെ കൂടുതലായി ഇറക്കിക്കൊണ്ട് തന്നെ രാഷ്ട്രപതി ഭരണം ഡൽഹിയിൽ നടപ്പാക്കുക തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത് എന്നാണ് കേൾക്കുന്നത്.